ഗാസയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ സുഡാപ്പികൾക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റുന്ന റിപ്പോർട്ടായിരിക്കുകയില്ല. വല്ലാത്ത റിപ്പോർട്ടാണ് വരുന്നത്. കാരണം കഴിഞ്ഞ 1.5 മാസമായിട്ട് വെടിനിർത്തലായിരുന്നു, സീസ്ഫയർ. ഈ സമയത്ത് ഹമാസിൻ്റെ ആൾക്കാർ മുഴുവനും, അവിടെ ടണലിലുണ്ടായിരുന്ന പല ആൾക്കാരും പുറത്തു വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പൊട്ടന്മാരുടെ ധാരണ, ഈ ഇസ്രായേൽ ആ ഭാഗത്തുനിന്ന് പിന്മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇസ്രായേലി ഇൻ്റലിജൻസ് ആരും അവിടെ ഇല്ലെന്നുള്ള ധാരണയായി. അപ്പം അതിൻ്റെ പേരിൽ അവരങ്ങ് ഭയങ്കര ഒരു ആഹ്ലാദിച്ച് ഭയങ്കര നൃത്തമാടി ഫോക്കൊക്കെ ചൂടി ഭയങ്കര രസകരമായിട്ട് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില റെഫ്യൂജീസിനെ, ഹോസ്റ്റേജസിനെ വിടുന്നു, പാലസ്തീൻകാരെ കിട്ടുന്നു. അതായത് വല്ലാത്ത ആഹ്ലാദം. ഇപ്പോൾ ചില ഇസ്രായേലി വ്ളോഗേഴ്സും ഇസ്രായേലി പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സമയത്ത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് അതിശക്തമായിട്ട് ഗാസയിലുണ്ടായിരുന്നു. ഭയങ്കരമായ പ്രസൻസ് ഉണ്ടായിരുന്നു. ഇവരെന്തൊക്കെ ചെയ്യാണ്, എത്ര പേരാണ്, ഇവർ രാത്രിയിൽ എവിടെയാണ് കിടക്കുന്നത്, ഉറങ്ങുന്നത്, ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. കാരണം അത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇസ്രായേലിൻ്റെ പട്ടാളം മാത്രമേ മാറിയുള്ളൂ. ഈ പൊട്ടന്മാരുടെ ധാരണ ഒറ്റ ഇസ്രായേലികളെ എല്ലാ പാലസ്തീൻകാരും ഹമാസിൻ്റെ ആൾക്കാരോട് ഉണ്ടായിരുന്നത്. ഈ കിട്ടിയ കാലയളവിനുള്ളിൽ, കാരണം ഇത്രയും സമയം ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു ഈ സ്ഥലം, ഇതിനകത്ത് മുഴുവനും, അതായത് ഈ പറയുന്ന ഗാസയ്ക്കകത്ത് ഇവരുടെ ഈ ഹമാസ് തിരിച്ചു വന്ന ഭാഗത്ത് മുഴുവനും ഇസ്രായേൽ വ്യക്തമായിട്ട് ക്യാമറ ഫിറ്റ് ചെയ്ത് കളഞ്ഞു പലയിടത്ത്. കാരണം വളരെ ഇൻവിസിബിളായിട്ടുള്ള ക്യാമറ ഇത് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഇവർ ചെയ്യുന്ന ഓരോ ഡേറ്റയും കിട്ടാൻ തുടങ്ങി. കൃത്യമായിട്ട് ഡേറ്റ കിട്ടാൻ തുടങ്ങി. ഇതിങ്ങനെ ഡേറ്റ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എങ്ങനെ ചെയ്യുന്നു. അപ്പം അതേപോലെ തന്നെ ഇവരുടെ ഇൻ്റലിജൻസ് സോഴ്സിൽ, ഫിസിക്കൽ ഇൻ്റലിജൻസ് സോഴ്സിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഹമാസിൻ്റെ എല്ലാവരും പുറത്ത് വന്നല്ലോ. 56 പേര് ഹോസ്റ്റേജസ് ഉണ്ട് എന്നുള്ള ധാരണയായിരുന്നു ഇസ്രായേലിൻ്റെയും. കാരണം ഇവരുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നീട് മനസ്സിലാക്കി അതിൽ പകുതിയിലധികം കൊല്ലപ്പെട്ടു. കാരണം ഏകദേശം 40ഓളം ഹോസ്റ്റേജ് കൊല്ലപ്പെട്ട ഓരോ മൃതശരീരം ഇസ്രായേലി പട്ടാളം ഏറ്റെടുത്ത് ഗവൺമെൻറ്റിന് കൊടുത്തു. പലയിടത്തായിട്ടും അവർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ 56 പേരിൽ ആകെ ഇനി 16ഓ 15ഓ പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള കൃത്യമായി ഇൻ്റലിജൻസ് ഇസ്രായേലിന് കിട്ടി. ഇതിൻ്റെ പേരിലാണ് നെതന്യാഹു പല ആവർത്തി ഹമാസിനോട് ചോദിച്ചത്, എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അത് ഈ ഹമാസ് കൊടുക്കാൻ തയ്യാറല്ല. ഹമാസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് പിന്മാറണം. ഇത് പൂർണ്ണമായിട്ട് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് മുഴുവനും അമേരിക്കയെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അമേരിക്കയും ഇസ്രായേലും നടത്തിയൊരു ജോയിൻറ്റ് ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് മുഴുവൻ സംഭവം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സൈന്യം അതിൻ്റെ അകത്ത് കയറി, അവർ തിരിച്ചിറങ്ങി, കുറച്ച് ഭാഗം ഇറങ്ങിയുള്ളൂ. ഈ പൊട്ടന്മാരുടെ ധാരണ അവർ പൂർണ്ണമായിട്ട് അങ്ങ് മാറിപ്പോയി. അവരുടെ ധാരണ ഇവർ തിരിച്ചു പിടിച്ചു, ഗാസ കിട്ടി, അവരുടെ കയ്യിൽ തിരിച്ചു കിട്ടി. ഇതോടുകൂടിയാണ് ഈ സംഭവം മുഴുവനും പൊളിയുന്നത്. അതായത് മനസ്സിലാക്കുക, കഴിഞ്ഞ 2-3 മണിക്കൂർ കൊണ്ട്, അതായത് ലാസ്റ്റ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ശേഷം ഏകദേശം 1000-ൽ പരം ആളുകളാണ് കൊല്ലപ്പെട്ടത്. വലിയൊരു ശതമാനം ഹമാസിൻ്റെ നേതാക്കളാണ്. ക്രിസ്റ്റൽ ക്ലിയർ ഇൻ്റലിജൻസിലാണ് ഇത് പോയത്. ഇതോടുകൂടിയാണ് അമേരിക്ക പറയുന്നത് തീർത്തേക്കാൻ പറഞ്ഞു. ഇപ്പോൾ അത് രോദനമായി മാറി. ഒരു 10-600 ഹമാസ് ആൾക്കാർ ഒറ്റയടിക്ക് തീരുവ ബോംബിങ്ങിന്. കാരണം ഇവർ പൂർണ്ണമായിട്ട് ടണലിൽ നിന്ന് വന്ന ബിൽഡിങ്ങുകൾ ഇവർ കുടുംബമായിട്ടൊക്കെ താമസിക്കാൻ തുടങ്ങി. ഇതിനകത്ത് സിവിലിയൻസ്, ഇവർ ഈ പറയുന്ന ഹമാസിൻ്റെ ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ കൂടെ വന്ന ഫാമിലിയായിട്ട് താമസിക്കുന്ന സിവിലിയൻസാണ് തീർന്നു പോയത്. ഇനി മറ്റൊരു സംഭവമുണ്ട്. ഇസ്രായേൽ തുറന്നു വിട്ട പാലസ്റ്റീൻ അഭയാർത്ഥികൾ, അതായത് പാലസ്റ്റീൻ ഹോസ്റ്റേജസ്, അവരെ പിടിച്ചുകൊണ്ട് പോയത്, ഹോസ്റ്റേജ് അല്ല, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, അതിലെങ്ങാണ്ട് 10-200 പേരും തീർന്നു. അപ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നത്, അവരുടെ ഫാമിലി അവിടെയും കൊണ്ടിട്ട് മുമ്പിട്ട് കഴിഞ്ഞു. അതായത് കൃത്യമായിട്ട് ഹമാസ് എന്ന് പറഞ്ഞ പൊട്ടന്മാർ ഇസ്രായേലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം ഇസ്രായേൽ ഒക്ടോബർ 8 ഈ ഹമാസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതിനാണ് അവർക്ക് 1200 പേർ അവർക്ക് നഷ്ടപ്പെട്ടത്, ഇത്രയും ഹോസ്റ്റേജസ് ആയത്. കാരണം ഹോളോകോസ്റ്റിന് ശേഷം ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് ഇസ്രായേലിനെ ഈ ഹമാസിനെ എസ്റ്റിമേറ്റ് ചെയ്തതാണ്.
അതിൻ്റെ പേരിൽ അവിടെ നടപടി നടക്കുകയാണ് ഒരു സ്ഥലത്ത്. കാരണം ഇസ്രായേലി ഫോഴ്സിനകത്തും അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ ഇന്റേണൽ ഫോഴ്സിനകത്തും ഡൊമസ്റ്റിക് സെക്യൂരിറ്റി സോണിൻ്റെ അകത്തും ഇവർ ക്ലീനിങ് നടത്തുകയാണ്, പുതിയതായിട്ട് കംപ്ലീറ്റ് റീസ്ട്രക്ചർ ചെയ്യാൻ. എന്തുകൊണ്ട് സംഭവിച്ചു? പക്ഷെ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയ്ക്ക് ഇതൊന്നും അല്ല പ്രശ്നം. പെട്ടെന്നൊരു സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു പച്ച വെളിച്ചമായിട്ടങ്ങ് മാറി റംസാൻ ആഘോഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുമോ? അവരുടെ 1200 പേര് പോയേന് ഈ പൊട്ടന്മാർ മനസ്സിലാക്കണ്ട അവൻ തിരിച്ചു പിടിക്കുമെന്ന്. ഇവനെ 100 200 കൊല്ലുമെന്ന് ഇവനെ അറിയണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഈ പറയുന്ന തീവ്രവാദികൾ പലപ്പോഴും പൊട്ടന്മാരാണ് ഒരു പ്രൊഫഷണൽ സൈന്യത്തിന് മുന്നിൽ, ഒരു പ്രൊഫഷണൽ രാജ്യത്തിന് മുമ്പിൽ. ഇതാണ് ഇത്രയും ഒറ്റയടിക്കൊരു ദൂരെ കളഞ്ഞു. ഇനി അവിടെ മുഴുവനും, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എപ്പോഴും ഹമാസ് ഈ കൊല്ലപ്പെടുന്ന ഒരാൾക്കാരുടെയൊക്കെ ഈ സാധാരണ സിവിലിയൻസ് ഒക്കെ ആണെങ്കിലും ഇജ്ജോഡ് ആണെങ്കിലും അവരുടെയൊക്കെ മുഖമൊക്കെ കാണിക്കും. ഇപ്പോഴത്തെ ഒരു മുഖം കാണിക്കാത്തതിൻ്റെ കാര്യം അറിയും. ഈ ആൾക്കാരുടെ ആ സംഭവം കാണിക്കുന്നേയില്ല, എല്ലാം കെട്ടിപ്പൊന്തി വെച്ചേക്കാം. എല്ലാം ഹമാസിൻ്റെ ഭീകരവാദികളായിരുന്നു. ഇവന്മാർ തോക്കൊക്കെ വെച്ച് അവിടെ വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങുമായിരുന്നു. ആദ്യം എന്താ ചെയ്ത പലയിടത്തും ഇവർ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പലയിടത്തും കയറിയിരിക്കും, അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ അങ്ങ് ബോംബ് ചെയ്തു. എന്നിട്ട് ആ ബിൽഡിംഗ് അടിച്ചങ്ങ് കളഞ്ഞു. അതിനകത്തുള്ള ഓരോരുത്തരും അങ്ങ് ചത്തുപോയി. ഇതേപോലെ ഇവന്മാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നുണ്ടായിരുന്നു പലയിടത്ത്, അവിടെയും കൊണ്ട് വിട്ട് കളഞ്ഞു. അതായത് ഭൂലോക പൊട്ടന്മാർ, അതായത് ഹമാസിൻ്റെ നടുവ് അങ്ങ് ഒടിച്ചു. ഏകദേശം 2-3 മണിക്കൂർ ബോംബിങ് കൊണ്ട്. ഇനി ഉണ്ടാകുന്ന സംഭവത്തിൽ ഇവന്മാർക്ക് പിടികിട്ടിട്ടില്ല ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന്. കാരണം ഹമാസിൻ്റെ നേതാക്കളും അതിൻ്റെ ആൾക്കാരും ഞെട്ടിപ്പോയി. ഇത്രയും പേര് ഒറ്റയടിക്ക് കൊന്നു, അതും ഹമാസിൻ്റെ പോരാളികൾ. അവന്മാരെ അടിച്ച് ഊര കളഞ്ഞു. അത് അതേപോലെ വളരെ കൃത്യമായിട്ട് ഇൻ്റലിജൻസിൻ്റെ പേരിൽ ഓരോ ഭാഗത്തും ബോംബിട്ടോട്ടിരുന്നത്. അങ്ങനെയാണ് ഇത്രയും പേര് 1000 പേരോളമാണ് തട്ടിപ്പ്. അതിന് മുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇസ്മായിൽ ഇനി അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം ഇവരെ അതിൻ്റെ അകത്തുനിന്ന് പുറത്താക്കുക. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒരു ഇസ്രായേലി മന്ത്രി പറഞ്ഞതാണ് ഞാൻ ഈ കോട്ട് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ആഹാരവും മെഡിസിനും ഒന്നുമില്ല, ഇവിടെ ആകെ ബോംബേ ഉള്ളൂ. വേണമെങ്കിൽ പുറത്ത് പോയി സാധനം വാങ്ങിക്കുക, അവിടേക്ക് ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, അവിടെ പോയി കഴിച്ചോളാം. ഇത് വളരെ കൃത്യമായ ഒരു സജഷനും ഒരു ഡയറക്ഷനും കൂടാണ് ഇസ്രായേലി ഹോം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഹമാസ് രണ്ടാമത് പുനർജീവിച്ച് വീണ്ടും വലിയ ശക്തമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് എത്രയോ മലയാളം മീഡിയ ഉണ്ട്. അപ്പം അവർക്ക് കൊടുക്കുന്ന കറക്റ്റ് അടിയായത്. അവൻ്റെ വെടി തീർത്തങ്ങ് കൈ കൊടുത്തു. ഇനി എവിടെയൊക്കെ ഹമാസ് ഉണ്ടെന്നുള്ളത് ഇനി തപ്പി നോക്കേണ്ട സ്ഥിതിയിലോട്ട് മാറിയ അതേ രീതിയിലാണ് ബോംബ് ചെയ്തത്. അതുകൊണ്ടാണ് നിലവിളിയും കരച്ചിലും തുടങ്ങിയത്. ലോകത്തൊരൊറ്റ രാജ്യങ്ങളും മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷനോട് പോയി പണിവാക്കാൻ പറഞ്ഞു? ഇവിടുത്തെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, ഞങ്ങൾ ആരോട് ഉത്തരവാദിത്വം അവരോട് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടങ്ങ് പറഞ്ഞു. അവരോടും അവരുടെ ആൾക്കാരോടും, അതായത് ഇസ്രായേലിനോട്ട് കയറേണ്ട യുണൈറ്റഡ് നേഷൻ്റെ വോളണ്ടിയേഴ്സിനോടും പറഞ്ഞു, വിസ ഞങ്ങൾ തരും, അതിനുശേഷം അകത്ത് കയറുക, താങ്കൾക്കും അകത്ത് കയറാൻ പറ്റത്തില്ല. സംഭവം വളരെ ക്ലിയർ. ഏതാണ്ട് ഇനി ബാക്കിയുള്ള ഹമാസിനെയും കൂടെ തട്ടിയ ശേഷം ഗാസ പൂർണ്ണമായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇസ്രായേൽ വീണ്ടെടുക്കും. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്നലെ 2 ദിവസത്തെ ബോംബിങ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഗാസ ഓൾമോസ്റ്റ് ക്ലീനായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം
വിശ്വസിക്കുന്നു നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.